നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? സുഖാണോ? പിന്നെ നമ്മുടെ ഗീവ് അവേ നടക്കുകയാണല്ലോ. ഗീവ് അവയുടെ വിന്നറിന്റെ ഇന്നലത്തെ, അതായത് സാറ്റർഡേയിലെ വിന്നറിന്റെ പേര് എബിൻ ജോയ്. പിന്നെന്താ, അതിനു മുന്നിൽ പ്രൈസ് അടിച്ച ആൾക്കാരുടെ സാധനം ഇന്നലെ ഇപ്പോൾ ആദ്യത്തെ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇച്ചിരിയൊക്കെ ലേറ്റ് ആയാലും ഒന്നും ഓർക്കരുത്, എന്തായാലും സാധനം അവിടെ എത്തും കേട്ടോ. നമ്മൾ ഈ ബ്ലൗസ് അങ്ങനത്തെ സാധനം എല്ലാം ഈ ടേൺ അനുസരിച്ചാണ് ഡെസ്പാച്ച് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ ഡെസ്പാച്ച് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വന്നോളൂ, ഉറപ്പായിട്ടും വരും. വന്നു കഴിയുമ്പോൾ യൂട്യൂബിൽ വന്ന് കിട്ടി കമൻറ്റ് ഇടണം കേട്ടോ. ഇടൂലേ? ഇന്ന് നമ്മൾ അതിമനോഹരമായിട്ടുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൂപ്പർ ഫങ്ഷൻ വെയർ സാരി. എന്നാൽ നിങ്ങൾക്ക് ബ്ലൗസും സാരിയും കൂടെ, ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസാണ്. ഒരു മിനിറ്റ്, ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇട്ട് ഈ സാരി ഉടുത്ത് വന്നിട്ടുള്ള ഒരു ഫോട്ടോ ഇതിൻ്റെ കൂടെ കാണിക്കും. ആ സാരിയും ബ്ലൗസും കൂടെയാണ്. ബിലോ 1000 ആണ് റേഞ്ച് വരുള്ളൂ. സാരിയും ബ്ലൗസും കൂടെയാണ് കേട്ടോ. സാരി എന്നുകൊണ്ട് ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ സാരി മാത്രമേ ഉള്ളൂ. ബ്ലൗസ് അടുത്ത സൺഡേയിൽ അല്ലെങ്കിൽ സാറ്റർഡേ ഈവനിങ്ങിൽ വരുന്ന വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന ബ്ലൗസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ബ്ലൗസിനൊന്ന് നോട്ടം വിട്ടോ. ഇതിൻ്റെ കുറേ കളേഴ്സ്, ഒരു 10-12 കളേഴ്സ് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള ഫങ്ഷൻ വെയർ ബ്ലൗസാണ്. ഈ സാരിയും കൂടി, സാരിക്ക് 599 ഉള്ളൂ വില. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, വളരെ 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 പരിമിതമായിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു കളർ, ഞാൻ 100% പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ഈ സാരി ഉടുത്തിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ ഈ സാധാരണ സാരി ഉടുത്താൽ ഇവിടെ നിന്ന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടൊന്നും പോകത്തു പോലുമില്ല. ഫോട്ടോ എടുത്തിട്ട് അവിടെ തന്നെ നിൽക്കും. സാരി മാറി കഴിഞ്ഞിട്ടേ ഇതെനിക്ക് എല്ലാവരും കൊണ്ട് കാണിക്കണമെന്ന് ഭയങ്കര വിചാരമായിരുന്നു. കടയിൽ കസ്റ്റമറൊക്കെ ഉള്ളതുകൊണ്ട് അതിനിടയിൽ കൂടെ ഈ തുള്ളിക്കളിച്ച് നടക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് ഞാൻ അടക്കി. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് എന്താ പറയുക, ഈ ബ്ലൗസ് ശരീരത്തുണ്ടെന്നൊരു ഫീലേ നമുക്ക് തോന്നുന്നില്ല. എന്നെപ്പോലെ സാരി ഉടുക്കാൻ മടിയുള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ്. അപ്പൊ ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ നോക്കിക്കോ. സ്ക്രീനിൽ സാരി കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഞാൻ ഉടുത്ത സാരി ഇതാണ്. സാരി ചിത്ര സിൽക്കാണ് മെറ്റീരിയല്. അടിപൊളി ഫംഗ്ഷൻ വെയർ സാരിയാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് റേറ്റിന് ഫംഗ്ഷൻ വെയർ ഉടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബിലോ 1000 സാരി ബ്ലൗസും കൂടെ ആകും. ഇതിന് സാരിക്ക് മാത്രം 599. ബ്ലൗസിന്റെ വില ബ്ലൗസ് സെയിൽ ചെയ്യുന്ന ആ ദിവസം പറയാം. ഇപ്പം എനിക്ക് ഓർമ്മയില്ല. ഈ ബ്ലൗസും കൂടെ കൂടുമ്പോൾ നല്ലതാണ്. ഞാൻ പറഞ്ഞു വരുമായിരുന്നു, ഞാൻ വെറുതെ മനഃപൂർവ്വം ബ്ലൗസ് ഇട്ടതാ ഒന്ന് കാണിക്കാനും കൂടെ കൂടിയിട്ട്. ഞാൻ രസമാണെന്ന് നോക്ക് നിങ്ങൾ. ഇതാണ് സാരി. പക്ഷെ ഒരൊറ്റ വിഷമമുള്ളൂ എനിക്ക്, ഇതിന് വളരെ പരിമിതമായിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ. ഞാൻ മനഃപൂർവ്വം സ്റ്റോക്ക് കൊണ്ടുവരാഞ്ഞതല്ല, സ്റ്റോക്ക് കിട്ടിയില്ല, അത്ര തന്നെ. അതുകൊണ്ടാണ് കൊണ്ടുവരാഞ്ഞത്. ഇനിയിപ്പോൾ നല്ലൊരു പീക്കോക്ക് ബ്ലോ ഇങ്ങനെ മുട്ടായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ഈ ഒരു മുട്ടാവർക്കും പിന്നെ ഇങ്ങനെ ഒരു വർക്കും ഇത് കണ്ടോ, ഒരു ലീഫ് പോലെ, ഒരു ട്രീയുടെ ഒക്കെ ഒരു ഡിസൈൻ. അങ്ങനെ ബെൽറ്റിന്റെ തർക്കം. മുട്ട എന്ന് പറയുന്നത് തയ്ച്ച് വെക്കുന്ന സാധനം, മറ്റേത് പ്രിന്റ് വന്ന് പറയുന്നത്. ഇങ്ങനെ പ്രിന്റ് വരുന്നത് ഇങ്ങനെ അവിടെ വരുന്ന എല്ലാം ബുട്ടയാണ്, ബുട്ടാസാണ്. ബുട്ടാസ് അറിയില്ല കുട്ടിക്കൊന്നും അറിയില്ല. കുട്ടി ഇതൊക്കെ പോയി പഠിക്കൂ. ഇത് ബുട്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തുവാ. മുന്താണി ഒന്നുമില്ല കേട്ടോ, മുന്താണിയില്ല, ടാസില്ല. നിങ്ങൾ വാങ്ങിച്ചിട്ട് 2 ടാസിലൊക്കെ മേടിച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ 599 രൂപയ്ക്ക് ഒരു 2000 രൂപയുടെ മതിപ്പ് തോന്നിക്കും. ഞാൻ പറയുന്നതാ, ചുമ്മാ പറയുന്നതല്ല. അവളുകളാ പറഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല. കാരണം ലോകം മുഴുവനുള്ള ആൾക്കാർ കാണുന്ന സാധനത്തെ പറ്റി ചുമ്മാ അങ്ങ് അടിച്ചു കയറ്റി തള്ളി മറിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഈ ബ്ലൗസാണ് അതിൻ്റെ കൂടെ ഇട്ട ബ്ലൗസ്. ചോദിക്കരുതേ, ഇപ്പം തരൂല കേട്ടോ, ഇപ്പം തരൂല. എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് ഈ ബ്ലൗസ് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണുമ്പോൾ വാങ്ങിച്ചോളൂ. ഞായറാഴ്ചത്തെ വീഡിയോ. നമുക്കിപ്പോൾ സാരി കാണാം, അതിൻ്റെ വിവിധ കളേഴ്സ്. കണ്ടോ എനിക്കൊന്നും മതി മറന്നു നിൽക്കുക. ഞാൻ സത്യം പറയാം. നോക്ക് നിങ്ങൾ നോക്ക്. രസം നോക്ക്. റാണി പിങ്ക്. അയ്യോ, റാണി പിങ്ക്, ഓനിയൻ പിങ്ക്. ഇത് ഇന്നും ഗീവ് അവേ തരുന്നു കേട്ടോ. ഏറ്റവും ബെസ്റ്റ് കമന്റിന് പ്രൈസ് ഉണ്ടേ, അത് ഞാൻ പറയാൻ മറന്നു. ഓനിയൻ പിങ്ക് കേട്ടോ, നല്ല രസമല്ലേ? എന്നാ രസമെന്ന്. നിങ്ങൾക്ക് ഇതിന് ചേരുന്ന ബ്ലൗസ് ഒന്നെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വൈറ്റ് ബ്ലൗസ് ഇല്ലേ. ഇപ്പൊ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോയിലെ ബ്ലൗസിന്റെ എല്ലാം വൈറ്റിന്റെ ആണ്. വൈറ്റിന്റെ അറ്റത്ത് ഈ ഒരു ഗോൾഡാണ് വർക്ക് വരുന്നത്, എംബ്രോയിഡറി വർക്ക് വരുന്നത്. അപ്പൊ നല്ല ആപ്റ്റായിരിക്കും. കോൺട്രാസ്റ്റ് കളറുകൾ വേണമെങ്കിലും ഇടാം. ഇത് തന്നെ ഇടണമെന്ന് ഞാനത് തന്നെ, എനിക്കിപ്പം ഞാൻ സ്വയം ഇങ്ങനെ
വെച്ച് നോക്കിയതല്ലേ. നിങ്ങൾ വാങ്ങിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകൊണ്ടല്ലേ കാണുന്നത്. ചിലർ അയച്ചു ചോദിക്കും എനിക്ക് ഈ സാരിക്ക് ഈ ബ്ലൗസ് പറ്റുമോ, നമ്മൾ അതിന് ഉത്തരപ്പെടുകയല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ, ഫോട്ടോ എടുക്കുമ്പോൾ പല വ്യത്യാസമായിരിക്കും. നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആയില്ല, പിന്നെ അതൊരു പ്രശ്നമാകത്തില്ലേ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയത്തില്ല. നിങ്ങൾ കോൺട്രാസ്റ്റ് നിങ്ങളുടെ ഒരു ഇത് വെച്ചെടുത്തോ, ഏത് ബ്ലൗസ് എടുത്താലും നമുക്ക് ഏതെങ്കിലും ഒരു സാരി കിട്ടും. നല്ല രസമല്ലേ. അടുത്ത കളർ കോഫി. ഞാനിങ്ങനെ സാരിയും വെച്ചോണ്ടിരുന്നേ കുറേ സമയം. ഇതിൽ ഏത് ഉടുക്കണം, ഏത് ഉടുത്ത എല്ലാം ഉടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സമയമില്ലാത്തത് കൊണ്ടും മെനക്കേടായതുകൊണ്ടും അല്ലേ എല്ലാം എടുത്ത് നല്ലപോലെ വീഡിയോ ഒക്കെ എടുക്കുന്ന നല്ല അതിനുവേണ്ടി കാശ് മെനക്കെടുന്ന ആൾക്കാരൊക്കെ എന്നാന്നറിയാം, എങ്ങനെയാണെന്നറിയാവോ, ഓരോന്നും ഉടുത്തൊക്കെ കാണിക്കുക. അല്ലെ എന്നെപ്പോലെ കളിപ്പീര് വീഡിയോ അല്ല. അതെല്ലാത്തിനും ഒരു പരിധി ഉണ്ട് ദാസം പറയാൻ. വെയിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുക നമ്മളെ ഇവിടെ. ഇവിടുത്തെ ചെറിയ ചില്ലറ ഈശാപോശകൾ അതില്ലാത്തടം ഉണ്ടോ അല്ലേ? ഉണ്ടാകണം, നല്ലതാ. എല്ലാവരും വിചാരിക്കും വഴക്കുണ്ടാകുന്നത് വഴക്കുണ്ടാകുന്ന മോശമോ, പിണങ്ങുന്ന മോശമോ, ദേഷ്യപ്പെടുന്ന മോശം. ഇതെല്ലാം നല്ലതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ലതാ. കാരണം ഉണ്ടല്ലോ, പിണങ്ങിയാലല്ലേ ഇണക്കത്തിന് വില അറിയാൻ പറ്റുള്ളൂ. എപ്പോഴും സ്നേഹിച്ച് പൊന്നാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിണക്കുന്നതിൻ്റെ ഒരു വിലയില്ലെന്നാ. എന്തോ അധികമായ വിലയില്ലെന്നാ. ഇപ്പോൾ എന്തോ അതിപ്പോൾ പണമാണെങ്കിൽ പോലും അധികമായിപ്പോയി കഴിഞ്ഞാൽ അതിന് വിലയില്ലെന്നായിപ്പോൾ. എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ചൊക്കെ കൊടുക്കാൻ പഠിക്കണം കേട്ടോ. നമ്മളാണെങ്കിൽ നമ്മുടെ മക്കൾക്കും ഭർത്താവിനും ഫ്രണ്ട്സിനും ഒക്കെ ആണെങ്കിലും സ്നേഹമാണെങ്കിലും ഓവറായിട്ടൊന്ന് പുറകെ നടന്ന് ചത്തു കിടന്ന് സ്നേഹിക്കരുത്. സ്നേഹിക്കണം, മനസ്സിൽ സ്നേഹിക്കണം. പ്രകടിപ്പിക്കുമ്പോൾ പ്രകടിപ്പിക്കുകയും ചെയ്യണം. സ്നേഹം പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ഒരർത്ഥമില്ല. പക്ഷെ അവരെ ഒരുമാതിരി ശല്യം ചെയ്ത് മോനെ കഴിക്കടാ, മോനെ നിൽക്കടാ, മോനെ ഇരിക്കടാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടല്ലോ, അവർക്ക് നമ്മളെ വിലയില്ലെന്നവർക്കും. ഞാൻ സത്യമായിട്ട് പറയുന്നത്, ഞാൻ ചുമ്മാ പറയുന്നല്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചുമ്മാ ഇരുത്തി ചിന്തിച്ച് നോക്ക്. സമയമില്ലെങ്കിൽ വിട്ടേ. ഇങ്ങനൊക്കെ നേരം ഇതുണ്ടോ, നല്ല ലൈറ്റ് പിങ്ക് കളർ. കൂടുതൽ ചിന്തിക്കാൻ പോകണ്ട, ചിന്തകനായി പോകും. ലൈറ്റ് പിങ്ക്, നല്ല കളർ, സൂപ്പർ കളർ ഉണ്ടോ. ഇതിന് ടാസിൽ പിടിപ്പിക്കണം. പിന്നെ വിത്ത് ബ്ലൗസ് ഇല്ല കേട്ടോ, വിത്ത് ബ്ലൗസ് ഇല്ലേ. ഏത് കളർ എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആകും. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ആശിച്ച കിട്ടിയില്ലെങ്കിൽ കിട്ടിയ മുട്ടേ സ്വീകരിക്കുക. അതായത് ആശിച്ച സാരി കിട്ടിയില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട അടുത്ത് കിട്ടുന്നത് സ്വീകരിച്ചോ. എന്തായാലും നല്ലതായിരിക്കും, വിത്ത് ഗ്യാരണ്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സാരി പോലും ഒരാൾക്ക് പോലും ഇഷ്ടപ്പെടാതെ പോവില്ല എന്ന് ഞാൻ 99% പറയും. 100 പറയുന്നില്ല. കാരണം 1% നമ്മൾ എപ്പോഴും വിളിച്ചിടണ്ടേ. ബോട്ടിൽ ഗ്രീൻ ഉണ്ടോ, അയ്യോ ആ കളർ എനിക്കുണ്ടോ, ഒന്നും വിചാരിക്കണ്ട. ഇത് റെയർ സാധനമാണ്, റെയർ സാധനം. ഞാൻ ഇത്രയും പോലെ ഒരു സാരിക്ക് വേണ്ടിയും പറയാറില്ല അല്ലേ. സാരി നല്ലതാണെന്നൊക്കെ പറയും, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനാണെങ്കിൽ ഓർക്കുവാണേ, ഭാര്യയുടെ അടുത്ത ദിവസം മുതൽ ഒരു കല്യാണം വിളിക്കുവാനും എടുത്തിട്ടുണ്ട് പോയിരുന്നു. ഇത് ഒനിയൻ പിങ്കിൻ്റെ ഡാർക്ക്. എന്നെ പൊന്നെ, ഇതിനൊക്കെ കുറച്ച് സ്റ്റോക്കേ ഉള്ള, നീങ്ങി അവരോട് സ്റ്റോക്ക് വരുത്തി തരാമെന്ന് ചോദിക്കണം. ഒനിയൻ പിങ്കിൻ്റെ ഡാർക്ക് നല്ല ഈ കളറുള്ള ടാസിലോ അല്ലെങ്കിൽ സിൽവർ ടാസിലോ ഒക്കെ അങ്ങോട്ട് പിടിപ്പിക്കണം. എന്നെ കൊടുക്കണം ഡാർക്ക് വൈനാണേ. ഇത് ബ്ലാക്കാന്നേ തോന്നുള്ളൂ, പക്ഷെ ഡാർക്ക് വൈനാണ് അല്ലേ. കണ്ടോ, ബ്ലാക്കാന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുള്ളൂ, പക്ഷെ കരിം ഡാർക്ക് വൈൻ. ഇതിനൊക്കെ ബ്ലൗസ് ചെയ്തിടുന്നു കൺഫ്യൂഷൻ അടിക്കാൻ വേണ്ട. സിൽവർ ഇതില്ലേ, ഈ ഗോൾഡൻ കളറുണ്ട്, പിന്നെ വൈൻ കളറുണ്ട്, പിന്നെ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതിടാം. ഇപ്പൊ ഞാൻ ഉടുത്ത സാരിയില്ലേ, അതിന്റെ ആ സാരി അത് പീക്കോക്ക്, ഇത് ടീ ബ്ലൂ. എല്ലാം വെറൈറ്റി കളേഴ്സ്. വെറൈറ്റി അല്ലേ, കളർ കാണാത്ത കളറല്ല എങ്കിലും ആ ഒരു കോമ്പിനേഷനും ഇതും എല്ലാം കൂടി. ഞാൻ ഒരിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു സമയത്ത്, ഇപ്പോഴും അത് ഫാഷനായിട്ടും അല്ല, അത് ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്രയും ഭാഗത്ത് മാത്രം വർക്ക് ചെയ്യും. എന്നാ പറയുന്നത്, ബീഡ്സ് വർക്ക്. നല്ല റേറ്റാണ് അത്രയും ബീഡ്സ് വർക്ക് ചെയ്യുന്നത്. അതാ എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ഇത് ബീഡ്സ് ഒന്നും അല്ല, ഇത് പ്രിന്റാ. ഇത് കറുത്തൊന്നും പോകുന്നു വിചാരിച്ചു. പിന്നെ ഇതിനകത്തുള്ള ഒരു ഗുണം എന്നാണെന്നറിയാം, ഇത് ഫുൾ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വെച്ച് വേറെ എന്തെങ്കിലും സാധനം തയ്ക്കണമെങ്കിൽ തയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഞാനത് ഓരോ പ്രാവശ്യവും വീഡിയോ കാണിക്കുമ്പോഴും ഞാൻ അങ്ങനെ പറ്റുന്ന സാരികളുടെ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ,
വെറുതെ പോവാണ്ട് ഇരിക്കട്ടെ, ആരൊക്കെയെങ്കിലും ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ഓർത്ത്. ഞാനിപ്പോൾ പറയുമ്പോഴാണ് എല്ലാവർക്കും നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, എല്ലാവർക്കും അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് വിദ്യ പറഞ്ഞിട്ട് വേണം അറിയാമെന്ന് വിചാരിക്കണ്ട. പക്ഷേ ഞാൻ ചിലപ്പോൾ പറയുമ്പോഴായിരിക്കും നിങ്ങൾ ഓർക്കും, ഞാൻ ശരിയാണല്ലോ അങ്ങനെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പലരും പറയുമ്പോൾ ശരിയാണല്ലോ അങ്ങനെ ചെയ്താൽ എന്നായിരുന്നു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഗീവ് അവേ കണ്ടിന്യൂ ചെയ്യാണ്. നിങ്ങൾ ഇന്ന് കമൻറ്റ് ഇടുക, ബെസ്റ്റ് കമൻറ്റിന് ഇതിലൊരു സാരി സമ്മാനം എനിക്ക് നഷ്ടമാകും. കാരണം എന്നാണെന്നറിയോ, സാരിക്ക് സ്റ്റോക്ക് വളരെ കുറവാണ്. എന്നാലും ഞാൻ തരും. വാക്ക് പറഞ്ഞാൽ വാക്ക് സന്തോഷത്തോടെ തരും കേട്ടോ, സ്നേഹത്തോടെ തരും. കാരണം സ്നേഹത്തോടെയുള്ള കമൻറ്റുകളെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് ഹൃദയത്തീന്ന് തരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലൗസിൻ്റെ വീഡിയോ കാണണം കേട്ടോ. അടുത്ത ദിവസം ശനിയാഴ്ച വൈകിട്ടോ ഞായറാഴ്ചയോ ഈ അടിപൊളി ബ്ലൗസാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ബ്ലൗസാണ്. ഇട്ട ബ്ലൗസ് ഇട്ടിട്ടുണ്ടെന്നൊരു ഫീല് നമുക്ക് തോന്നത്തേയില്ല. അതാണ് ഞാൻ കാണാനും നല്ല ഭംഗി, നല്ല കറക്റ്റ് ഫിറ്റിങ്. ഇന്നിപ്പം ബ്ലൗസ് ചോദിക്കേണ്ട, സാരി വാങ്ങിച്ചോളൂ. താങ്ക് യു.